നാദാപുരം മേഖലയിലെ വിദ്യാഭ്യാസ, സാംസ്കാരിക, സാമൂഹിക രംഗത്ത് ഏറെ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് ചെക്യാട് പഞ്ചായത്തിലെ ഏക ഹയർ സെക്കൻഡറി സ്കൂളായ SI ഹയർ സെക്കൻഡറി സ്കൂൾ. 1995-ൽ 50 വിദ്യാർത്ഥികളുമായി എട്ടാം ക്ലാസ്സിൽ തുടങ്ങിയ സ്കൂൾ ഇന്ന് +2 തലം വരെ 1300ഓളം വിദ്യാർത്ഥികളുമായി അതിൻ്റെ ജൈത്രയാത്ര തുടരുകയാണ്. സമൂഹത്തിൻ്റെ ഉന്നമനത്തിനായി എക്കാലവും പ്രവർത്തിച്ചിട്ടുള്ള സ്കൂൾ പുതിയ ഒരു സംരംഭവുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയായി ഇന്ന് മദ്യവും മയക്കുമരുന്നും മാറിയിരിക്കുകയാണ്. സമൂഹത്തിൽ നടക്കുന്ന കൊടിയ കുറ്റകൃത്യങ്ങളുടെയൊക്കെ കാരണം ഈ ലഹരിയാണെന്ന് കാണാവുന്നതാണ്. ലഹരി മരുന്നുകളുടെ ഉപഭോക്താക്കൾ കൂടുതലും കുട്ടികളാണെന്ന് നമുക്ക് കാണാൻ കഴിയും. മയക്കുമരുന്ന് മാഫിയ അതിൻ്റെ വിപണനത്തിനു വേണ്ടി ഏറ്റവും സുരക്ഷിത മാർഗമായി കുട്ടികളെയാണ് ഉപയോഗപ്പെടുത്തുന്നത്. ഈ സാഹചര്യത്തിലാണ് നമ്മുടെ സംസ്ഥാനത്തെ പൊതുസമൂഹത്തെയും വിദ്യാർത്ഥികളെയും ഈ വിപത്തിനെതിരെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി സ്കൂൾ സ്റ്റുഡൻറ് പോലീസ് കാഡറ്റ് യൂണിറ്റ് ഒരു ഹോം സിനിമയുമായി മുന്നോട്ട് വരുന്നത്. പിന്തുണയുമായി പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും നാദാപുരം മണ്ഡലം ഷാർജ KMCCയും ഞങ്ങളോടൊപ്പം കൈകോർത്തതിനാലാണ് ഈ ഉദ്യമം പൂർത്തീകരിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചത്. ഇതിൻ്റെ നിർമ്മാണം ഏറ്റെടുത്ത ഷാർജ KMCCക്കും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനും മറ്റ് ഇതുമായി സഹകരിച്ച എല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ കുട്ടികളെ ഇങ്ങനെ നശിക്കാൻ വിട്ടുകൂടാ. അവരെ നമുക്ക് വേണം പൂർണ്ണ ആരോഗ്യത്തോടെ. അതിന് നമുക്ക് കണ്ണും കാതും തുറന്നു വെക്കാം. തെറ്റുകൾ തിരുത്തി ജീവിത വിജയത്തിന് കുട്ടികളുടെ കൈപിടിച്ച് നടത്തേണ്ട ബാധ്യതകൾ നമ്മൾ ഓരോരുത്തർക്കുമുണ്ട്. ഈ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെയുള്ള ഉമ്മത്തൂർ സ്കൂൾ SPC യൂണിറ്റിന്റെയും ജനമൈത്രി പോലീസിന്റെയും നല്ല പ്രവർത്തനങ്ങൾക്ക് ബുദ്ധിയും ശക്തിയും നൽകി ഷാർജ KMCC നാദാപുരം മണ്ഡലം കമ്മിറ്റി കൂടെ നിൽക്കാൻ തയ്യാറായത്. ദൈവം കരുണയുള്ളവനാണ്. നന്മയുടെ വഴികളിൽ വെളിച്ചമായി അനുഗ്രഹം ചൊരിഞ്ഞ് ആ കാരുണ്യവാനും കൂടെയുണ്ട്. കാർന്നു തിന്നുന്ന ലഹരിക്കെതിരെ പോരാടുക എന്നുള്ളത് ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഷാർജ KMCC നാദാപുരം മണ്ഡലം കമ്മിറ്റിക്ക് ഇതും ഒരു അടിസ്ഥാന ലക്ഷ്യമായി ഞാൻ മനസ്സിലാക്കുന്നു. മുന്നേറുക. ലഹരിക്കെതിരെയുള്ള പോരാട്ടങ്ങളിൽ എന്നും നിങ്ങൾക്കൊപ്പം ഞങ്ങളുമുണ്ട്. ഇന്ന് സ്കൂൾ മുറ്റങ്ങളിലും കോളേജ് ക്യാമ്പസുകളിലും തൊഴിൽശാലകളിലും എന്തിന് അടുക്കള മുറ്റങ്ങൾ വരെ ലഹരി വസ്തുക്കൾ കൈയടക്കിയിരിക്കുന്നു. ഇതിനെതിരെ നമുക്ക് പോരാടാം.
മോളെ, ഓലെ ഉച്ചക്ക് മുമ്പേ കൊണ്ടുവരുവോ? ഓല് സന്ധ്യക്ക് മുമ്പ് എത്തുന്നാ പറഞ്ഞേ. നമ്മടെ റോട്ടുമ്പളെ തിരക്കും കഴിഞ്ഞ് ഇവിടെ എത്തുമ്പോഴേക്കും പോലും നേരാവും. എന്റെ റബ്ബേ, നീ എന്തിനാ ഈ പൈതങ്ങൾക്ക് ഇത്രയും വലിയ സൂക്കേട് നൽകിയേ? ആകെ ഉള്ള ഒരു മോനാ, അതിനായി ഗതി വന്നത്. ആ പെറ്റ തള്ള എങ്ങനെ സഹിക്കൂ? എന്തെല്ലാം ദുരിതവും കഷ്ടപ്പാടും സഹിച്ചിട്ടാ ഇക്കാലത്ത് മക്കളെ പോറ്റിയെടുക്കുന്നത്. പണത്തിന് ആർത്തിമൂത്ത ചില ദുഷ്ടന്മാര് ലഹരി പദാർത്ഥങ്ങളുമായി കുട്ടികൾക്ക് പിറകെയാ. ഒന്നും അറിയാത്ത നമ്മുടെ കുട്ടികള് അവരുടെ ചതിക്കുഴികളിൽ എളുപ്പം വീഴും. മക്കൾ പോകുന്ന വഴികളിൽ നമ്മൾ കണ്ണും കാതും തുറന്നു വെച്ചില്ലെങ്കിൽ അവസാനം ഈ മോന്റെ ഗതിയാണ്. കുഞ്ഞിളം പൂവേ കൊഴിയല്ലേ ആ എന്റെ കുഞ്ഞാത്ത കിളിയെ തളരല്ലേ, കുഞ്ഞിളം പൂവേ കൊഴിയല്ലേ, എന്റെ കുഞ്ഞാത്ത കിളിയെ തളരല്ലേ. അമ്മ നിലാവിന്റെ വാത്സല്യവും ഒരച്ഛന്റെ സ്നേഹവും കൂട്ടിരിപ്പൂ, അമ്മ നിലാവിന്റെ വാത്സല്യവും ഒരച്ഛന്റെ സ്നേഹവും കൂട്ടിരിപ്പൂ, കുഞ്ഞിളം പൂവേ കൊഴിയല്ലേ. പ്രിയപ്പെട്ട കുട്ടികളെ, ആകാശ് നമ്മളെ വിട്ടുപിരിഞ്ഞിരിക്കുന്നു. നമ്മുടെ നാടിൻ്റെ അഭിമാനമായ ആകാശിൻ്റെ ജ്വലിക്കുന്ന ഓർമ്മകൾക്ക് മുമ്പിൽ നമുക്കൊരു നിമിഷം മൗനമാചരിക്കാം. ഒരു നാടിൻ്റെ കണ്ണീര് വീണ് കറുത്തുപോയ ദിനം. മരണത്തിൻ്റെ ഈ കറുപ്പിനെ പേടിപ്പെടുത്തുന്ന നിശബ്ദതയാണ്. 10ാം ക്ലാസ് എയിലെ രജിസ്റ്ററിൽ ഒരു പേര് മാത്രം അവശേഷിപ്പിച്ച് നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ആകാശ് മരണത്തിൻ്റെ തണുപ്പിലേക്ക് യാത്ര പോയിരിക്കുന്നു. ആകാശ് ഇനി ഒരിക്കലും ഈ സ്കൂൾ മുറ്റത്തേക്ക് മടങ്ങി വരില്ല. ഇനി അവൻ നമുക്ക് വേണ്ടി പാടുകയില്ല. ആകാശ് മരണപ്പെട്ടു. എന്തായിരുന്നു മരണകാരണം? ഇതിൽ പലർക്കും അറിയില്ല. രോഗത്തിൻ്റെ കാഠിന്യം നാവിൻ്റെ ചലനശേഷി കൂടി നഷ്ടപ്പെടുത്തിയപ്പോൾ അവൻ അനുഭവിച്ച വേദനയും കഷ്ടപ്പാടും പറഞ്ഞറിയിക്കാൻ വയ്യ. അമ്മയെന്ന് നാവെടുത്ത് വിളിക്കാൻ കഴിയാതെ അമ്മയുടെ മടിയിൽ കരഞ്ഞു വീണ അവൻ്റെ ചിത്രം കാണുന്നവരിൽ കണ്ണീര് പടർത്തി. മരണത്തിൻ്റെ അവസാന നാളുകളിൽ വേദന കടിച്ചമർത്തി അവന് പറയാനുള്ളത് അവനൊരു ഡയറി കുറിപ്പിൽ കുറിച്ചിട്ടു. ആകാശ് ആ ഡയറി നമ്മുടെ സംഗീത അധ്യാപിക കാവ്യ ടീച്ചറെ ഏൽപ്പിച്ചിരുന്നു. കാവ്യ ടീച്ചർ: എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, രക്ഷിതാക്കളെ, സഹപ്രവർത്തകരെ, നമ്മുടെയൊക്കെ ഉള്ളിൽ സങ്കടങ്ങളുടെ ഒരു കടൽ കരഞ്ഞു കലങ്ങുന്നുണ്ട്. നമ്മുടെ കാതുകളിൽ പാട്ടിന്റെ പാലാഴി തീർത്ത ആകാശ് മരിക്കുന്നതിന്റെ തലേ ദിവസമാണ് ഈ ഡയറി എന്നെ ഏൽപ്പിക്കുന്നത്. ഇതെന്നെ ഏൽപ്പിക്കുമ്പോൾ സങ്കടം സഹിക്കാനാവാതെ എന്നെ ചേർത്ത് പിടിച്ച് അവൻ ഒരുപാട് നേരം കരഞ്ഞു. എന്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ ശ്രദ്ധയോടെ കേട്ടിരിക്കുമെങ്കിൽ ഇതിന്റെ താളുകൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി തുറന്നു വയ്ക്കാം. ആലിൻ ചുവട്, അതാണ് എന്റെ ഗ്രാമത്തിന്റെ പേര്.
കാടിന്റെ സംഗീതം ഹൃദയത്തോട് ചേർത്ത് വെച്ച് പാറക്കൂട്ടങ്ങളെ തഴുകി തലോടി പരന്നൊഴുകുന്ന ചിറ്റാരിക്കടവ് പുഴ. ഇത് എന്റെ അച്ഛൻ സതീശൻ, ഒരു വാക്കപ്പണിക്കാരനാ, ഒരു പാവം നാട്ടിൻ പുറത്തുകാരൻ. ഇത് എന്റെ അമ്മ രഞ്ജിനി, അച്ഛനെ പോലെ തന്നെ ഒരു പാവ. രാവിലെ 5 മണിക്ക് തുടങ്ങുന്ന ഈ തിരക്ക് രാത്രി വൈകുന്നത് വരെ തുടരും. എന്റെ അമ്മ നന്നായി പാടും. 4ാം ക്ലാസ് വരെ എന്നെ പാട്ട് പഠിപ്പിച്ചത് അമ്മയാ. ഇതാണ് എന്റെ എല്ലാമായ അച്ചാച്ചൻ. ഒന്ന് വേഗം ഇടിച്ചാടാ. അച്ചാച്ചാ, ഞങ്ങളെ പണിക്കാരനൊന്നുമല്ല. ആമൂസ് പറയാതെ പാകത്തിന് ഇടിക്കാനാ പറഞ്ഞത്. ഒന്ന് ചവക്കാഞ്ഞിട്ട് എന്തോ ഒരു പരച്ച. ഉറങ്ങാൻ നേരത്തെ ഒരു ചവക്കലി. എടാ, 4 കൂട്ടിയുള്ള ഈ മുറുക്കിന്റെ രസമൊന്ന് വേറെ തന്നെയാ. അതിന് തന്നെത്താൻ ഇടിക്കുകയും വേണം. അമ്മേ, ഞാൻ പോയിനെ. എടാ ചക്ക, എന്റെ അച്ചാച്ച ഒരു നല്ല കാര്യത്തിന് ഉമ്മ പുറകിന്ന് വിളിക്കല്ല. എന്റെ കൊച്ചു തെമ്മാടി, നീ കൊള്ളാലോ. ഞാൻ വിളിച്ചു വെച്ചിട്ട് ഇഞ്ചി സ്കൂള് ആർന്ന് പാറിപ്പോന്നില്ലല്ലോ. പഠിക്കാൻ മിടുക്കനായതുകൊണ്ട് അച്ചാച്ചന്റെ മോന് മാഷന്മാരെ കയ്യിൽ നിന്ന് അടിയും കിട്ടൂല. മോൻ സ്കൂൾ വിട്ടു വരുമ്പോ അച്ചാച്ചന് 10 റുപ്യന്റെ ബെത്തിലോ പുകയിലോ വാങ്ങിക്കണം. 10 റുപ്യ മോനെ തൂത്തിയിലേക്കാ. അച്ചാച്ച, ഈ പുകയിലൊന്നും അത്ര നല്ലോന്നല്ല. ഡോക്ടർ പറഞ്ഞ ഓർമ്മ ഉണ്ടല്ലോ. എടാ ചെക്ക, 18ാമത്തെ വയസ്സില് അച്ചാച്ചെ ബെത്തിലടക്ക ചമക്കാൻ തുടങ്ങിയതാ. അച്ചാച്ചന് ഇപ്പോ വയസ്സ് 60ആയി. ഇതുവരെ എനിക്ക് ഒരു അസുഖവും വന്നിട്ടില്ല. എന്റെ മോയെ ഇതൊന്നും ശീലാക്കാതിരുന്നാ മതി. ദുശീലങ്ങൾ കൂടെ കൂടിയാ ദൂരെ കളിയാൻ വലിയ പാടാ. അച്ചാച്ചനോട് വർത്താനം പറഞ്ഞിരുന്നാ സ്കൂള് ബെല്ലടിക്കും. ഇതെന്തൊരു ചെക്കനാ. അച്ചാച്ചാ, 4 കൂട്ടിയുള്ള മുറുക്ക് ഒരു രസം തന്നെയാ. എടാ കുരുത്തം കെട്ടോനെ, ഇനി അങ്ങനെ പുകയിലും കൂട്ടി മുറുക്കുന്നത് കണ്ട കാലിന്മേൽ തോലാൻ പൊളിക്കൂ. അച്ചാച്ചാ, ആദ്യം സ്വയം നന്നാ നോക്ക്, എന്നിട്ട് മറ്റുള്ളവരാ നോക്ക്. മുറുക്കാൻ ചമച്ച് ചെക്കന്റെ പല്ലിന്റെ കോലം നോക്ക്. പഴുത്തടക്കേണ്ട തോലുകൊണ്ട് തേച്ചാ പളവളാന്ന് മിന്നു. എന്നാലും ഇഞ്ഞത് നിർത്തൂലല്ലേ? അച്ചാച്ചൻ ആദ്യം നിർത്തി. ഈ മുറുക്കുന്ന അത്ര വലിയ കുറ്റമൊന്നല്ല. ചന്ദ്രൻ മാഷു, രവീന്ദ്രൻ മാഷു മുറുക്കുന്നുണ്ടല്ലോ. ഓലൊക്കെ പ്രായമുള്ള ആൾക്കാരല്ലേ? പ്രായമുള്ള ആൾക്കാർക്ക് മുറുക്കാമെങ്കിൽ കുട്ടിയൊക്കെ മുറുക്കാം. ഞാൻ കുളിക്കാൻ പോവാ. കുറച്ച് പ്രായമാകുമ്പോ തന്നെത്താൻ മാറിക്കോളൂ. ഇന്നെനിക്ക് ഒരുപാട് സന്തോഷമുള്ള ദിവസാ. ഇന്ന് ഞാൻ പുതിയ മാഷിന്റെ കീഴിൽ സംഗീതം പഠിക്കാൻ പോവാ. പേരുകേട്ട സംഗീതജ്ഞൻ ഈശ്വരൻ ഉണ്ണിത്താൻ. ഏകരദനം വാരണവദനം നൗമി പൂർവാവണപുരസദനം. ഏകരദനം വാരണവദനം നൗമി പൂർവാവണപുരസദനം. ഏകരദനം വാരണവദനം നൗമി പൂർവാവണപുരസദനം. ഏകരദനം വാരണവദനം നൗമി പൂർവാവണപുരസദനം.
ഇത് ആകാശ് സതീശൻ ഒട്ടനവധി ഭക്തിഗാനങ്ങൾ പാടിയിട്ടുണ്ട്. ഇന്നു മുതൽ നിങ്ങളുടെ കൂടെ ഇവനും ഉണ്ടാകും. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇവന് പറഞ്ഞു കൊടുക്കണം. ആരുടെയും നിർബന്ധം കൊണ്ടാവരുത് നിങ്ങൾ ഇങ്ങോട്ട് വരേണ്ടത്. സംഗീതത്തോടുള്ള പ്രിയം അതൊന്നുകൊണ്ട് മാത്രമാവണം. സംഗീതം ഒരു ഇലമണം പോലെ നമ്മുടെ ഉള്ളിൽ തങ്ങി നിൽക്കണം. ഒരു ചാറ്റൽ മഴ പോലെ നിത്യവും നമ്മളെ തഴുകി തലോടണം. ഏകരദനം വാരണവദനം ആകാശേ, ആകാശേ, ഇതെങ്ങനെയാ എന്റെ പോക്കറ്റിൽ വന്നേ? ഇന്നോടാ ചോദിച്ചത്. പറയാൻ എന്താടാ എന്റെ വായിക്കാത്ത? നീ എവിടുന്നാ ഈ ശീലമൊക്കെ പഠിച്ചത്? ഞാനിത് ശീലാക്കിയിട്ടൊന്നുമില്ല. നീ മിണ്ടരുത്. ഇത്ര പാക്കറ്റ് ഇത് കരുതി വെക്കണമെങ്കിൽ നീ ഇതിന് അടിമയാ. നിന്റെ അച്ഛനെങ്ങാനും ഇത് അറിഞ്ഞ ഒപ്പര് ചങ്ക് പൊട്ടിച്ചാകും. എന്താ മോളെ, എന്താ ഉണ്ടായത്? അച്ഛാ, ഇവൻ നമ്മളെയൊക്കെ ചതിക്കുകയായിരുന്നു. ഈ വിഷമൊക്കെ ഇവൻ കഴിക്കുന്നതാ. ഏതൊക്കെ കൂട്ടുകെട്ടിലാ ഇവൻ പെട്ടിരിക്കുന്നത്? ഓനോട് ഞാൻ ചോദിക്കാം. വാ മോനെ. എന്റെ മോന് ഏടുന്ന ഇതൊക്കെ ശീലാക്ക്. മോനെ, ഇതൊന്നും അത്ര നല്ല ശീലങ്ങളല്ല കേട്ടോ. ഇത് ഇനി ഇന്നത്തോടെ നിർത്തിക്കൊള്ളണം. ഇനി അച്ഛനെ അമ്മേനെ സങ്കടപ്പെടുത്തരുത് കേട്ടോ. കുമാരനാശാന്റെ നളിനി എന്ന ഖണ്ഡകാവ്യത്തിലെ ഒരു ഭാഗമാണ് നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത്. ഈ പാഠഭാഗത്തിലെ 2 കഥാപാത്രങ്ങളാണ് നളിനിയും ദിവാകരനും. നളിനിയും ദിവാകരനും ഒരുമിച്ച് കളിച്ചു വളർന്ന കൂട്ടുകാരായിരുന്നു. കഷ്ടകാലമഖിലം കഴിഞ്ഞുഹ ദിഷ്ടമീ വടിവിയന്നു വന്നപ്പോൾ ദുഷ്ടനായിഹ ഭവാൻ ഭവാനു പണ്ടിഷ്ടയാം നളിനി ഞാൻ മഹാമതേ. ഓ, അത് ശരിയാണല്ലോ. ആകാശ്, ഈ കവിത നീയൊന്ന് ഈണത്തിൽ ചൊല്ലിയേ. കഷ്ടകാലമഖിലം കഴിഞ്ഞുഹാ ദിഷ്ടമീ വടിവിയെന്നു വന്നപ്പോൾ ദൃഷ്ടനായിഹ ഭവാൻ ദൃഷ്ടനായിഹ ഭവാൻ ഭവാനു പണ്ടിഷ്ടയാം നളിനി ഞാൻ മഹാമതേ. എന്താ ആകാശേ, ഇന്ന് സ്കൂളിൽ പോണില്ലേ? നേരെ എത്രയായി? നീ വേഗം കുളിച്ച് സ്കൂളിൽ പോകാൻ നോക്ക്. എനിക്ക് വയ്യമ്മേ, തൊണ്ട വല്ലാതെ വേദനിക്കുന്നു. ഉമിനീരിറക്കാൻ കൂടി വയ്യ. പരീക്ഷ എടുക്കുമ്പോഴേക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കും. നാളെ നമുക്ക് നല്ലൊരു ഡോക്ടറെ കാണിക്കാം. ടീച്ചറെ, ഇരിക്കും. ടീച്ചർ എന്തിനാ വിളിപ്പിച്ച്? പേടിക്കാനൊന്നുമില്ല. ഓ, ഈയിടെ ആകാശിൽ ചില ദുശ്ശീലങ്ങളും ചില ചീത്ത കൂട്ടുകെട്ടിലും പെട്ടിട്ടുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കണോന്ന് പറയാനാ വിളിപ്പിച്ചത്. ഓ, എന്ത് നല്ല മിടുക്കനായ കുട്ടിയായിരുന്നു. ഇപ്പൊ ആകെ ഒരു മാറ്റം. പാട്ടു ക്ലാസ്സിന് വരാതെ തൊണ്ടവേദന എന്ന് പറഞ്ഞ് ഉഴപ്പി നടക്ക. അവന്റെ അച്ഛനോട് പറഞ്ഞ തല്ലോ മറ്റോ ചെയ്താലോന്ന് കരുതിയാ നിങ്ങളെ വിളിപ്പിച്ചത്. ഒന്ന് ഉപദേശിച്ചാ മതി, ഒക്കെ ശരിയാവും. ഓൻ എന്തൊക്കെയോ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നുണ്ട്. ഞാൻ ഒന്ന് ചോദിക്കട്ടെ. ശ്വാസം വലിച്ചുവിട്. ഇപ്പോഴെങ്ങനെയുണ്ട്? വേദന കൂടിക്കൂടി വരിക. എന്തോ കഴിക്കുമ്പോ ഛർദിക്കാൻ വരെ. ഇപ്പൊ ഏത് നേരത്ത് കറുത്തോ സാറ്? മാത്രമല്ല ഇപ്പൊ ഒന്നും കഴിക്കുന്നില്ല. ഒക്കെ നമുക്ക് ശരിയാക്കാം.
നിങ്ങളൊന്ന് കുട്ടിയെയും കൂട്ടി പുറത്തിരിക്കും. ഓ മാഷേ, രോഗം നമ്മൾ സംശയിച്ചതുപോലെ തന്നെ ഓറൽ ക്യാൻസർ. തൽക്കാലം ആ കുട്ടി ഇതറിയണ്ട. ചികിത്സ തേടാൻ ഒരുപാട് വൈകിപ്പോയി. ഡോക്ടർ ട്രീറ്റ്മെന്റ് എടുത്താൽ ഇനി ഒട്ടും സമയം കളയാതെ RCCയിലേക്ക് പോയിക്കോളൂ. മാഷേ, ആകാശിനെ കാണിച്ചിട്ട് എന്താ പറഞ്ഞേ? മൗത്ത് ക്യാൻസർ ആണെന്നാ ഡോക്ടറും പറഞ്ഞു. 60% ശരീരത്തെ രോഗം കീഴടക്കിയിരിക്കുന്നു. 3ാം സ്റ്റേജിൽ എത്തിയത് കൊണ്ട് അല്പം ബുദ്ധിമുട്ടാ. എന്റെ ഈശ്വര, ഞാൻ എന്തായി കേൾക്കുന്നത്? വീട്ടുകാരൊക്കെ ഇത് അറിഞ്ഞോ മാഷേ? അച്ഛനും അമ്മയ്ക്കും അറിയാം. എത്രയും പെട്ടെന്ന് RCCയിൽ എത്തിക്കാനാ പറഞ്ഞേ. ഇനിയെല്ലാം ദൈവത്തിന്റെ കയ്യിലാ. ഈ സ്കൂളിലെ പല കുട്ടികളും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെന്ന ആകാശ് പറഞ്ഞു. എത്രയും പെട്ടെന്ന് ലഹരിക്കെതിരെ ഒരു ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിക്കണം. വേണം മാഷേ, എത്രയും പെട്ടെന്ന് അങ്ങനെ ഒരു ക്ലാസ് സംഘടിപ്പിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ ഭാവി ഇരുളടഞ്ഞു പോകും. എന്റെ പ്രിയപ്പെട്ട കുട്ടികളെ, ഞാൻ നിങ്ങളെ വലിയൊരു ചുമതല ഏൽപ്പിക്കുകയാണ്. മയക്കുമരുന്ന് ലോബികൾ പലതരത്തിലുള്ള ലഹരി വസ്തുക്കളുമായി സ്കൂൾ മുറ്റങ്ങളിൽ എത്തിയിരിക്കുന്നു. ഈ നടുക്കുന്ന വാർത്ത ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. മദ്യവും മയക്കുമരുന്നും ലഹരി പദാർത്ഥങ്ങൾ അടങ്ങിയ മിഠായികളും ഏതൊക്കെ വഴികളിൽ സ്കൂളിലും നിങ്ങളുടെ കൂട്ടുകാരിലും എത്തുന്നുവെന്ന് നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങൾക്ക് കിട്ടുന്ന വിവരങ്ങൾ രഹസ്യമായി ഞങ്ങളെ അറിയിക്കണം. എത്ര ബുദ്ധിമുട്ട് സഹിച്ചാലും ഈ ദൗത്യം നിങ്ങൾ ഏറ്റെടുക്കുക തന്നെ വേണം. എടാ മോനെ, പ്രിയപ്പെട്ട ടീച്ചർ, ആശുപത്രി കിടക്കയിൽ വെച്ച ഞാൻ ഈ ഡയറി എഴുതുന്നത്. ഇരുന്നും കിടന്നു. ഇതെഴുതി പൂർത്തിയാക്കാൻ എന്നെ കൊണ്ട് കഴിയുമോ? കാലനിപ്പോ എന്റെ അടുത്തു തന്നെയുണ്ട്, അത്രമേലടുത്ത്. എത്ര കരഞ്ഞു വിളിച്ചാലും പ്രാർത്ഥിച്ചാലും വഴിമാറിപ്പോകാത്ത ഈ ക്രൂരനായ ചങ്ങാതിയോട് ഇതെഴുതി പൂർത്തിയാക്കാനുള്ള സമയം ഞാൻ കടം ചോദിച്ചിരിക്കുന്നു. ശരീരം കൊത്തിയെരിഞ്ഞതുപോലെയുള്ള ഈ വേദന എനിക്ക് സഹിക്കാവുന്നതിലും അപ്പുറമാ. ഒന്ന് മരിച്ചു കിട്ടാനും ഇത്ര വേദന സഹിക്കണമോ എന്റെ ദൈവങ്ങളെ? ഈ ദുരിത ജീവിതം ഞാൻ ഇരുന്ന് വാങ്ങിയതാ, ഒരു രസത്തിന് തുടങ്ങിയതാ. വെറ്റില ചവക്കാൻ അച്ചാച്ചൻ ഇടിച്ചു കൊടുത്തതിന്റെ ബാക്കി തിന്ന് ശീലിച്ചതാ. പിന്നെ പിന്നെ കണ്ടും കാണാതെയും ശീലങ്ങളും വളർന്നു. ഈ സമയത്ത് തന്നെ പുതിയ പുതിയ കൂട്ടുകെട്ടിലും ചെന്നുപെട്ടു. പലതരത്തിലുമുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചു തുടങ്ങി. ലഹരി പദാർത്ഥങ്ങൾ നൊട്ടിനുണയുമ്പോ താൽക്കാലികമായി കിട്ടുന്ന സുഖം മാത്രമായിരുന്നു ലക്ഷ്യം. അച്ഛൻ, അമ്മ, അച്ചാച്ചൻ ആരെയും ഞാൻ ഓർത്തില്ല. ഉപദേശിക്കാൻ ശ്രമിച്ച കൂട്ടുകാരെ കാണുമ്പോ ഞാൻ വഴിമാറി നടന്നു. എന്തിന്? ലഹരി തൊടില്ലെന്ന് അച്ചാച്ചന് കൊടുത്ത വാക്ക് പോലും എനിക്ക് പാലിക്കാൻ കഴിഞ്ഞില്ല. പാവ എന്റെ അച്ഛൻ
ഒരു കട്ടൻ ചായ പോലും കുടിക്കാതെ പുലർക്കാലെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നതാ. അച്ഛൻ ഇങ്ങനെ എല്ലൊരുക്കുന്നത് നിന്നെ ഒരു നിലക്കെത്തിക്കാനാണെന്ന് അമ്മ പറയാറുണ്ടായിരുന്നു. ഇനി ആർക്കും എന്റെ ഈ അവസ്ഥ ഉണ്ടാവരുത്. ഇനിയും ഒരുപാട് ജീവിക്കണമെന്ന് കൊതിക്കുന്ന 15 വയസ്സുകാരന്റെ നനവാർന്ന അക്ഷരങ്ങളാ. ഇനി ആരും ഇതുവഴി വരല്ലേ. അവർ മയക്കുമരുന്ന് വിൽപ്പനക്കാർ നമ്മുടെ സ്കൂൾ പരിസരത്തു തന്നെയുണ്ട്. ഞാനിത് എഴുതുമ്പോ എനിക്ക് പുറത്തൊരു അമ്മയുടെ കരച്ചിൽ ഉയരുന്നുണ്ട്. ഒരച്ഛന്റെ സ്വപ്നങ്ങൾ കണ്ണീരിൽ കുതിരുന്നുണ്ട്. കൂട്ടുകാരെ, ലഹരിയുടെ വഴി ഏറെ അപകടം പിടിച്ചതാ. അതുകൊണ്ട് എന്റെ കൂട്ടുകാർ ഇതിനെതിരെ പോരാടണം. ഇത് മൗത്ത് ക്യാൻസർ മൂലം നാവിന്റെ ചലനശേഷി നഷ്ടമായ നിങ്ങളുടെ കൂട്ടുകാരന്റെ ഒരു പാട്ടുകാരന്റെ ഡയറി കുറിപ്പ്. ഇത്ര നേരം വേദന കൊണ്ട് പൊളയുകയായിരുന്നു എന്റെ കുട്ടി. ഇപ്പോഴാ ഒന്ന് ഉറങ്ങിയത്. മോനെ 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 മോനെ. ഉണർത്തണ്ട. അവൻ ഉണരുന്നത് വരെ ഞാൻ കാത്തിരുന്നോളാം. ഇത്തിരി നേരം ഞാൻ മോന്റെ അടുത്തൊന്ന് ഇരുന്നോട്ടെ. ടീച്ചറെ കാണുമ്പോ എന്റെ മോന് സങ്കടാവും. ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത എന്റെ മോന് ഈ ഗതി വന്നല്ലോ ടീച്ചറെ. കരയണ്ടടി, ഇനി കരഞ്ഞ അസുഖം കൂട്ടണ്ട. എല്ലാം കൂടി സഹിക്കാനാവില്ല എനിക്ക്. ഈ ദുരിതപ്പാട് നമുക്ക് ദൈവങ്ങൾ കരുതി വെച്ചതാ. അത് അനുഭവിച്ചെന്നെ തീർക്കണം. മോന്റെ കാവ്യ ടീച്ചർ പതുക്കെ പതുക്കെ. പ്രിയപ്പെട്ടവരെ, ഗൗരവമേറിയ ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത്. ഇവിടെ അമ്മമാർ പ്രാർത്ഥനയിലാണ്. ദൈവമേ, എൻ്റെ മക്കൾ നന്നാവേണമേ, മക്കൾ പഠിച്ച് ഉയർന്ന നിലയിലെത്തണമേ, നല്ല ജോലി കിട്ടണമേ. എത്ര കരഞ്ഞു വിളിച്ച് പ്രാർത്ഥിച്ചിട്ടും ചില പ്രാർത്ഥനകൾ ദൈവങ്ങൾ കേൾക്കുന്നില്ല. കുട്ടികൾ ദൈവത്തിന്റെ സമ്മാനങ്ങളാണ്. എന്നാൽ അമ്മമാരുടെ കണ്ണും കരളുമായ ഈ മക്കൾ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് ദുരിതപൂർണമായ ജീവിതം നയിച്ച് നാടിനും വീടിനും കൊള്ളാത്തവരായി അമ്മമാർക്ക് തീരാ ദുഃഖം സമ്മാനിച്ച് വീട് നരകമായി തീരുന്നു. അമ്മമാർ കരയുകയാണ്. കണ്ടിട്ടും കണ്ടില്ലെന്ന് വെച്ച് ഈ തിരക്കു പിടിച്ച ലോകത്ത് കഴിയാനാണ് തീരുമാനമെങ്കിൽ പിന്നീട് നിങ്ങൾ കരയേണ്ടി വരും. അതുകൊണ്ട് ഓരോ വീട്ടിൽ നിന്നും ലഹരിക്കെതിരെ പോരാട്ടം തുടരേണ്ടതുണ്ട്. ഒപ്പം ഈ സമൂഹമുണ്ട്. എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമ്മുടെ മക്കൾ പലതരത്തിലും നിറത്തിലുമുള്ള ലഹരി വസ്തുക്കൾക്ക് അടിമയാണ്. ഇതാ LSD എന്ന ഏറ്റവും പുതിയ ലഹരി വസ്തു. സ്റ്റാമ്പ് രൂപത്തിലുള്ള ഈ വില കൂടിയ ലഹരി നാവിനടിയിൽ ഒട്ടിച്ചു വെച്ചാൽ ആർക്കും തിരിച്ചറിയാൻ കഴിയില്ല. ഏകദേശം 36 മണിക്കൂറാണ് ഇതിന്റെ ലഹരി നിലനിൽക്കുന്നത്. മക്കളിലെ ചെറിയ ഭാവമാറ്റം കൊണ്ട്, മക്കളിലെ പെരുമാറ്റങ്ങളിലൂടെ നിങ്ങൾക്കിത് തിരിച്ചറിയാം.
പ്രിയമുള്ള കുട്ടികളെ, സഹപ്രവർത്തകരെ, ആകാശിന്റെ സ്വപ്നം യാഥാർത്ഥ്യമാവുകയാണ്. മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെയുള്ള പോരാട്ടങ്ങൾ വിജയം കണ്ടിരിക്കുന്നു. ഈ സ്കൂളിലെ SPC യൂണിറ്റും അധ്യാപകരും കുട്ടികളും നാട്ടുകാരും പോലീസ് സേനയും കൈകോർത്തപ്പോൾ മദ്യവും മയക്കുമരുന്നും പടിക്ക് പുറത്ത്. ഇന്ന് നമ്മോടൊപ്പം ഈ വേദി പങ്കിടുന്ന ആകാശിന്റെ അച്ചാച്ചൻ നിങ്ങളോട് സംസാരിക്കും. അതിനുവേണ്ടി അദ്ദേഹത്തെ വേദിയിലേക്ക് സാദരം സ്വാഗതം ചെയ്യുന്നു. എന്റെ പൊന്നു മക്കളെ, ഈ സ്കൂളിന്റെ ഏതെങ്കിലും ഒരു കോണിൽ ആകാശുണ്ടെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. എന്റെ പൊന്നു മോന്റെ ജീവൻ എടുത്തത് ലഹരി തന്നെയാ. മദ്യവും മയക്കുമരുന്നും ഒരു നാട്ടുനടപ്പ് പോലെ നമുക്കിടയിൽ വളരുകയാണ്. ഇതിനെതിരെ ഇവിടുത്തെ കുട്ടികളും അധ്യാപകരും നടത്തുന്ന പോരാട്ടത്തിൽ ഞാനും ഒപ്പം ചേരുകയാണ്. എന്റെ പൊന്നുമോന്റെ ചിര കത്ത് തീരുന്നതിന് മുമ്പ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഇവിടെ വെച്ച് ഒരു പ്രതിജ്ഞ ചെയ്യാനാ. വളരെ ചെറുപ്പത്തിലേ ഞാൻ കൂടെ കൊണ്ടു നടന്ന വെറ്റില ചമക്കുന്ന ശീലം ഇന്ന് ഈ വേദിയിൽ വെച്ച് ഞാൻ അവസാനിപ്പിക്കുക. മദ്യത്തിനും മയക്കുമരുന്നിനും എതിരെയുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ വിജയം കണ്ടിരിക്കുന്നു.